പണ്ട് പോപ്പിന്റെ സ്റ്റേറ്റ്മെന്റ്സ് ഒക്കെ ഭയങ്കര പവർഫുൾ ആയിട്ട് പോപ്പല്ലേ പോയിന്റ് ചെയ്യുന്നത്. യൂറോപ്പിലെ മൊത്തം രാജാക്കന്മാരെയും അല്ല പോയിന്റ് ചെയ്യുന്നത് പോപ്പായിരുന്നു. അന്നത്തെ ഓർഡേഴ്സ് ഒക്കെ കൊടുത്തിട്ടുണ്ടെങ്കിൽ അതേപോലെ നിർത്തുമായിരുന്നു. ഇപ്പോൾ പോപ്പ് റീസെന്റ് പറയുന്നുണ്ടായി പലസ്തീനിൽ നടക്കുന്ന ജെനസൈഡ് എന്ന് പറയുന്നുണ്ടായി. തീർച്ചയായിട്ടും പറയും. അതായത് പോപ്പല്ലല്ലോ കാര്യങ്ങൾ തീരുമാനിക്കുന്നത്. പോപ്പിന്റെ കാര്യം രാജ്യം നോക്കിയാൽ മതി എന്ന് പറയും. വത്തിക്കാൻ എന്ന് പറയുന്ന ഒരു രാജ്യം പോലാണല്ലോ ഇറ്റലി കൊടുത്തിരിക്കുന്നത്. അവിടെ നോക്കിയാൽ മതി, ഞങ്ങളിവിടെ നോക്കിക്കോളാം. ഇപ്പോൾ ഫൈസൽ പറഞ്ഞ പോലെ തന്നെ പണ്ട് കാലത്ത് പോപ്പിന്റെ വാക്കുകൾക്ക് അത്രയും ആളുകൾ വാല്യൂ കൊടുത്തിരുന്നു. ഇപ്പോൾ അതിന് രാഷ്ട്രീയ സ്വാധീനം ഇല്ല. അതുപോലെ തന്നെ ഇവിടെയുള്ളവരൊന്നും മതം നോക്കുന്നേ ഇല്ല. പോപ്പ് പറഞ്ഞതനുസരിച്ചല്ല വോട്ട് ചെയ്യുന്നത്. അത് ആൾക്കാർ മതത്തിന് പ്രയോറിറ്റി കൊടുക്കുന്നത് കുറച്ച് കുറഞ്ഞതുകൊണ്ടാണെന്നുള്ളത്. നരേന്ദ്രമോദിക്ക് ഈ പ്രാവശ്യത്തെ ഇലക്ഷനിൽ അടിപൊളി തെറ്റിയിരിക്കുകയാണ്. കാരണം അയോധ്യയിൽ രാമക്ഷേത്രം പണിതല്ലോ, പക്ഷേ അയോധ്യ സീറ്റ് നിലനിർത്താൻ പറ്റിയോ? അപ്പം മാറുക, ഇന്ത്യ മാറിക്കൊണ്ടിരിക്കുകയാണ്. അവിടെ എന്ത് നന്മ വരുന്നു എന്നാണ് ഇപ്പം ഇപ്പോഴത്തെ ചെറുപ്പക്കാരെല്ലാം നോക്കുന്നത്. എന്ത് നന്മ ഉണ്ടാകുന്നു എന്നാണ് നോക്കുന്നത്. ഒരു വ്യക്തി മതമൊക്കെ മാറിപ്പോകും. മതത്തിലൂടെയൊന്നും പൊളിറ്റിക്സിനെ പിടിച്ചു നിർത്താൻ പറ്റത്തില്ല. അതെല്ലാം മാറിപ്പോകും. എനിക്കെന്ത് കിട്ടി,